നമ്മുടെ പൂരത്തിന് പോകാനായിട്ട് രാമൻ റെഡി ആവാണ് കണ്ട. രാമനപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അല്പസമയത്തിനുള്ളിൽ ഏകദേശം ഒരു 8 മണിയോടെ അടുപ്പിച്ച് നെയ്തിലക്കാവിലെത്തും. അവിടെ നിന്ന് നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റിയാണ് രാമൻ പൂരം നഗരിയിലേക്ക് വരിക. അത് വെറും വരവല്ല, അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. കാരണം ഒരു രാജാവ് വരുന്നത് പോലെ റോഡിൻ്റെ ഇരുവശവും രാമനെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി അങ്ങനെ ഒരു വലിയ കാഴ്ച നമുക്ക് കാണാം. അതിനു മുൻപ് രാമൻ റെഡി ആവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഭക്ഷണമൊക്കെ കഴിച്ച് രാമൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാൻ ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുത്താം. ഭാസ്കരേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ തെച്ചിക്കോട്ടുകാവിൻ്റെ അടുത്ത് തന്നെയാണ് ഭാസ്കരേട്ടൻ്റെ വീട്. ഭാസ്കരേട്ടാ നമസ്കാരം. ചേട്ടൻ ദിവസവും ഇങ്ങോട്ട് വരുമോ? ആനെ കാണാൻ വേണ്ടി മാത്രം? അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നേരെ ചേട്ടൻ ഇങ്ങോട്ട് വരും? രാമൻ്റെ അത്ര ഇഷ്ടം അതിൻ്റെ സൗന്ദര്യമാണോ? എന്താണ് സൗന്ദര്യം? എങ്ങനെയാ ചേട്ടനൊന്ന് വിവരിക്കാമോ? അത് ഇത്ര ഇടനീളമുള്ളൊരു ആന വേറെ ഇല്ല. അതിൻ്റെ മുഖം പെരുമുഖം ആണ്. അങ്ങനെ എല്ലാവർക്കും രാമൻ്റെ സൗന്ദര്യത്തിൽ രാമൻ്റെ അത്ര സൗന്ദര്യമുള്ള ആന വേറെ ഇല്ല എന്നാണ് ആനപ്രേമികളൊക്കെ പറയാം. അപ്പോൾ നമുക്കും കണ്ടറിയാം. കണ്ടോ, നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ക്യാമറയിൽ ആ ഫ്രെയിം വെച്ചാൽ മതി, അതിനങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. അത്രയധികം സൗന്ദര്യമുള്ള ആനയാണ്. അപ്പോൾ രാമൻ കുറച്ച് കഴിഞ്ഞാൽ പൂരനഗരിയിലേക്ക് എത്തും. രാമ എന്നുള്ള വിളികളോടുകൂടി രാമനെ സ്വീകരിക്കാൻ ഒരുപാട് ഫാൻസും എത്തും. രാമൻ ഒരുങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ നെയ്തിലക്കാവിലേക്ക് എത്തും. അവിടുന്ന് തിടമ്പേറ്റി പിന്നെ നേരെ തൃശ്ശൂരിലേക്ക്.